US ജെൻസീസ് പുതിയൊരു ട്രെൻഡാണ് അവിടെ. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അവർ കൂടുതലായിട്ട് 70-80% ആളുകൾ ആശ്രയിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കാറിനൊക്കെ സെയിൽസ് വലിയ രീതിയിൽ ഡിപ്രീഷിയേറ്റ് ആവാൻ അല്ലെങ്കിൽ കുറയാനൊക്കെ ചാൻസ് ഇല്ലേ? നമ്മുടെ നാട്ടിൽ കാർ ഒരു ആസ്പിറേഷണൽ ഐറ്റമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കാം ഒരു കാറ്, വീട് എന്നൊക്കെ പറയുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന ആസ്പിറേഷണൽ ഐറ്റംസിൽ പെടുന്ന ഒരു സംഗതിയാണ് കാർ എന്നൊക്കെ പറയുന്നത്. US ഗൈനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആസ്പിറേഷണൽ ഐറ്റം ഒന്നുമല്ല. US 1000 പേർക്ക് 1200 കാറുണ്ട്. ഇന്ത്യയിൽ 1000 പേർക്ക് 84 കാറേ ഉള്ളൂ ആസ് പെർ ദ നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. US അല്ലെങ്കിൽ ഒരു വെൽ ഡെവലപ്ഡ് ഇക്കണോമിയിൽ ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡ് എന്ന രീതിക്ക് അപ്പുറം ഒരു ആസ്പിറേഷൻ വരുന്നത് ഹയർ എൻഡ് മോട്ടോർ സ്പോർട്ട് വെഹിക്കിളുകളിലേക്ക് വരുമ്പോഴാണ്. അവിടെ സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ ആസ്പിറേഷൻ ഉണ്ട്. അതായത് എനിക്കൊരു മെസറാറ്റി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാതെ, എനിക്കൊരു ലാംബോർഗിനി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത US ടീനും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ലിമിറ്റ് ചെയ്ത് ഗെറ്റിംഗ് എ സ്വിഫ്റ്റ് ഇസ് പ്രിറ്റി ഫൈൻ എന്നുള്ളൊരു സംഗതി നമുക്കുണ്ട്.